ഹായ് ഹലോ, നമ്മളെല്ലാവരും കൂടിയിട്ട് പാലക്കാട് പോവാണ് നമ്മുടെ സ്വന്തം സുബിയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിലൊരു ട്രിപ്പ് പോണത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ഓവർ എക്സൈറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും. KR-പുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊച്ചുവേളി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോണത്. ഓൾമോസ്റ്റ് ഒരു 10:30 ആയപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും കൂടെ കുറേ നാൾ കഴിഞ്ഞ് കണ്ടത് കൊണ്ടിട്ട് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് പ്രോപ്പർ ഒരു അലൈൻമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണത്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഒരുപാട് ചൂട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ വെളുപ്പാങ്കാലം ആയതുകൊണ്ടിട്ടായിരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ചൂടുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ചെക്കനെത്തിയിട്ടുണ്ട്. എന്തൊരു വിനീത കുലീനനായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ സുബി നമ്മളെ റിസീവ് ചെയ്യാൻ വന്നു. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോയപ്പോൾ തന്നെ സുബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അവൻ ആദ്യമായിട്ടാണ് കാറ് ഡ്രൈവ് ചെയ്യണത്. അപ്പം അവൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ ഞാനിരിക്കണം എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം ചെയ്ത് കേട്ടപ്പോൾ തന്നെ. പിന്നെ മെയിനാവാൻ കിട്ടുന്ന ഒരവസരം ഞാൻ പാഴാക്കാത്ത കൊണ്ടിട്ട് അവൻ പറഞ്ഞ കാര്യം അങ്ങ് കൃത്യമായിട്ട് ഞാൻ അങ്ങ് നിർവഹിച്ചു കൊടുത്തു. എനിക്കൊത്തിരി പ്രൗഡായിട്ട് തോന്നി കേട്ടോ അവൻ കാറ് ഡ്രൈവ് ചെയ്യണ കണ്ടിട്ട്. പിന്നെ ഇവരെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. പക്ഷേ എനിക്കതൊക്കെ വോയിസ് ഓവർ ഇടാൻ പറ്റാത്തത് മ്യൂസിക് ഉള്ളത് കൊണ്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയത് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ചങ്കിലൊരു ഇടിപ്പാണ്. കാരണം നമ്മൾ ചെന്ന ദിവസം 40 ഡിഗ്രി ആയിരുന്നു പാലക്കാടുള്ള ടെമ്പറേച്ചർ. ആദ്യമായിട്ടാണ് ഞാൻ 40 ഡിഗ്രി ഉള്ളൊരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പോണത്. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മളത് സർവൈവ് ചെയ്തു. സുബിയുടെ വീട്ടിലെത്തിയിട്ട് നേരെ നമ്മളൊരു പുഴയിലേക്കാണ് പോയത്. എൻ്റെ അമ്മ അത് കണ്ടിട്ട് എന്തൊരു ആശ്വാസമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇടുക്കിയിൽ ഇത്ര വലിയ പുഴയില്ല. അതുമാത്രമല്ല, എനിക്ക് നീന്താൻ അറിയില്ലെങ്കിലും കരയിലിരുന്ന് കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ചതിന് ശേഷം ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി. അവിടെ നമുക്ക് നീന്തൽ അറിയണമെന്നൊന്നുമില്ല. നമുക്ക് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഉള്ള ഏരിയ ഉണ്ട്. നീന്താൻ അറിയുന്നവരൊക്കെ അതിലപ്പുറേക്കും പോകും. അറിയാത്തവർ ആ സൈഡിൽ നിന്ന് കുറച്ചങ്ങ് എൻജോയ് ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ബാക്ക് ടു ബാക്ക് കോൾ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. സമയം 11 മണിയായി. അങ്ങനെ കുറേ നേരം കൂടെ വെള്ളത്തിൽ നിന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ചക്ക, മാങ്ങ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെയും കൊതി തീരെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഷട്ടിലൊക്കെ കളിച്ചു. പിന്നെ ഓലക്കണ്ണാടിയൊക്കെ ഉണ്ടാക്കി. എൻ്റെ ദൈവമേ. പിന്നെ പാലക്കാടിനെ പറ്റി പറയുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്ന കൈൻഡ് ഓഫ് ഇമാജിനേഷനിലുള്ള പാലക്കാടല്ല. അവിടെ എത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടുത്തെ സ്ഥലം, അവിടുത്തെ ആളുകൾ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വൈകുന്നേരം നമ്മൾ പ്രത്യൂസിൻ്റെ വീട്ടിൽ പോയി അമ്മേനെയൊക്കെ കണ്ട് നേരെ റൂമിൽ വന്ന് എല്ലാവരും ചൂട് സഹിക്കാൻ മേലാണ്ട് അങ്ങ് ചത്തുപാടായി കിടക്കാണ് ഗൈസ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങി. ഞാൻ സ്വയം ചെയ്ത മേക്കപ്പാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ച് ആദ്യമായിട്ട് സ്വയം ചെയ്യുന്ന ഒരു മേക്കപ്പാണ്. അപ്പോൾ സുബിയുടെ എൻഗേജ്മെൻറ്റ് തന്നെ ആയപ്പം കൂടുതൽ ഹാപ്പിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫോട്ടോഷൂട്ടിന് പോവാണ്. എൻ്റെ എല്ലാട്ടോ ഗൈസ്, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ട്. അപ്പോൾ ഇതാണ് സുബിയുടെ അനിയത്തി മാളുവും ഞാനും ആണ് ഗ്രൂംസ് മെയ്ഡ് റോൾ വഹിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരുങ്ങി. ഭരത് ബ്രോയാണ് നമ്മൾ കൂട്ടാനായിട്ട് വന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് സുബിയുടെ ഫോട്ടോ എടുക്കാൻ പോകും. എനിക്ക് വീണ്ടും എൻ്റെ മേക്കപ്പ് കണ്ട് കൊതി തീരണില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഒരു ഗ്ലോയി ഫിനിഷിൽ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഭരത്തും സുബിയാണ് മുമ്പിലിരിക്കുന്നത്. നമ്മൾ നേരെ ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ സുബീനെ കൊണ്ട് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പാവം, ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓഡിയോ എല്ലാം കട്ടാക്കി കളഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ മൊമെൻറ്റ്സൊക്കെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ വെക്കണം. പിന്നീട് ഫ്യൂച്ചറിലാണെങ്കിലും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. സുബി ഫോട്ടോഷൂട്ട് പോവാണ്. നല്ലോണം ടെൻസ്ഡായിരുന്നു അവൻ. അപ്പോൾ അവന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. അവനെ കളിയാക്കി കൊന്നില്ല എന്നേ ഉള്ളൂ. കാരണം അവനൊരു ഫോട്ടോഗ്രാഫറാണ്. എപ്പോഴും അവൻ എന്നോട് പറയാറുണ്ട് ഫീൽ ചെയ്യുന്നു. ഞാനത് അവനോട് തിരിച്ച് മുതലെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഹോളിലെത്തി. അവരുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ നടക്കുകയാണ്. അപ്പം അതൊക്കെ കണ്ട് ശരിക്കും അവർക്ക് നല്ലൊരു മാരീഡ് ലൈഫ്, കല്യാണത്തിന് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. എന്നാലും അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് സുബി.
പിന്നെ നമ്മൾ അവിടുത്തെ ചൂട് സഹിക്കാൻ മേലാണ്ട് ഒരു AC-യുടെ താഴെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയാണ് ഗൈസ് കോമഡി. ഫോട്ടോഷൂട്ടിനുള്ള ടൈമാണ്. കണ്ടോ, സ്റ്റാച്ചു പോലെയാണ് എല്ലാവരും നിൽക്കുന്നത്. ചെക്കന്മാരുടെ കാര്യം പറയാൻ വേണ്ട, അഭിനയിച്ചങ്ങ് തകർക്കാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തു എന്നൊക്കെയുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. പാലക്കാടൻ സദ്യ. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സദ്യനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമുണ്ട് അവിടുത്തെ കറികളും. ഇപ്പം നമ്മുടെ അവിയൽ മഞ്ഞ കളറാണെങ്കിൽ അവരുടെ അവിയൽ വെള്ള കളർ, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് കണ്ടപ്പം പണ്ടത്തെയൊക്കെ കല്യാണ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും കുറച്ച് ഷോ ഇടില്ലേ, ഞാൻ ആ പട്ടി ഷോയാണ് ഇവിടെ ഇടുന്നത്. എനിക്കറിയാം വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി സുബിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. അല്ല, നമ്മൾ റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്ത് സുബിയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സുബിയുടെ എൻഗേജ്മെൻറ്റ് വളരെ വൃത്തിയായി തന്നെ കഴിഞ്ഞു. നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ മുഖം രാവിലെ കണ്ടപ്പോലേ അല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മേക്കപ്പൊക്കെ ഒഴുകാൻ തുടങ്ങി ഗൈസ്. പക്ഷേ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. സുബിയുടെ ഫാമിലിയിലുള്ള കുറേ പേരെ പരിചയപ്പെട്ടു. അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം പാലക്കാട് നിന്ന് കുറേ പേരൊക്കെ നേരെ തിരിച്ച് വിഘ്നേഷ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നല്ല രസമുള്ള ഓഡിയോസായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ പാലക്കാട് നിന്ന് കുറച്ച് പേരൊക്കെ ബാംഗ്ലൂർക്ക് പോകും. പിന്നെ ഞാൻ നേരെ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരിൽ നിന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം വളരെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇനി അടുത്തൊരു ഫംഗ്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ ടാറ്റ ബൈ.